നമുക്ക് ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. എന്നും കാണാറുള്ള നഗര കാഴ്ചകൾ ജനലരികളിൽ നിന്ന് അന്നും കണ്ടപ്പോൾ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അയാൾ നിന്നു. വീണ്ടും വീണ്ടും കണ്ണുകൾ തിരുമ്മിയും ഇറുക്കി അടച്ചും ഒന്നുകൂടെ അയാൾ അങ്ങോട്ട് നോക്കി. അതേ സ്ഥലം, അതേ ലോകം. പക്ഷേ കാഴ്ചകൾക്ക് വർണ്ണശോഭയില്ല, നിശ്ചലത മാത്രം. എത്ര നേരം അങ്ങനെ നിന്നു എന്നുപോലും നിശ്ചയമില്ലാതെ അയാളുടെ ചിന്തയ്ക്കും കണ്ണിൽ പതിഞ്ഞ ചിത്രത്തിനും പറയാനേറെയുണ്ടെന്ന തോന്നൽ. ഓർമ്മകളിലേതോ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലെ പരസ്യവാചകം അയാളിൽ തികട്ടി വന്നു. സിറ്റി നെവർ സ്ലീപ്സ്. ഇന്നലെ വരെയും അത് 100% ശരിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നിരത്തുകളെല്ലാം ചലനമറ്റ് അണമുറിയാതെ ഒഴുകി അകലുന്ന വാഹന വ്യൂഹങ്ങൾ. സന്ധ്യ കഴിഞ്ഞാൽ സൂര്യനെ വെല്ലുന്ന പ്രഭാപൂരം. ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾ ഇന്നാരുമില്ല. ഇപ്പോൾ കാഴ്ചകൾക്ക് നിറമില്ലാത്ത അവസ്ഥ. ഒരു വിളിപ്പാടകളെ കാണുന്ന കടൽ തിരകളുടെ മുഖത്തും ശാന്തത. നഗരത്തിലെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ താമസ സൗകര്യം ലഭിക്കാൻ കാത്തിരുന്നത് എല്ലാ കാഴ്ചകളും നോക്കിയിരിക്കാൻ വേണ്ടിയായിരുന്നു. നഗരഹൃദയം, കടൽ, അല്പമകലെ കാടിന്റെ പച്ചപ്പ്. ഒരു നിമിഷം അയാളുടെ ശ്രദ്ധ നഗരത്തിന് സമീപമുള്ള കാടിന്റെ അഗാധതയിലേക്ക് ഊളിയിട്ടു. ദൂരക്കാഴ്ചയിൽ ഇന്ന് അവിടമൊരു ഉത്സവ ലഹരിയിലാണോ എന്ന് തോന്നി. അതെ, പരിസര മലിനീകരണമില്ലാതെ മനുഷ്യ ശല്യമില്ലാതെ മരങ്ങളും ചെടികളും പുലികളും പുഴുക്കളും പക്ഷികളും മൃഗജാലങ്ങളും
കാട്ടരുവികളും ആഹ്ലാദത്തിൽ. കാട്ടിനുള്ളിൽ എല്ലാവരും പുതുലോകത്തിൽ എന്ന പോലെ ആഘോഷത്തിമിർപ്പിൽ ആണെന്നയാൾക്ക് തോന്നി. അപ്പോൾ വീശിയടിച്ച കാറ്റിലെ കുളിർമയും നൈർമല്യവും കാട്ടുപൂക്കളുടെ പരിമളവും അയാൾ അനുഭവിച്ചറിഞ്ഞു. 13ാം നിലയിൽ നിന്ന് വീണ്ടും അയാൾ ആകാശത്തേക്ക് നോക്കി. അന്തരീക്ഷത്തിനെ മറക്കുന്ന പൊടിപടലങ്ങളില്ലാതെ അപാരതയിൽ തിളങ്ങി നിൽക്കുന്ന കിന്നര നക്ഷത്രങ്ങൾ, ചലനമറ്റ നിരത്തുകൾ എന്തോ പറയുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഈ കാഴ്ചകളും മൗനവും ശാശ്വതമായ നിശബ്ദതയുടേതല്ല, വീണ്ടെടുപ്പിന്റേതാണ്. ആകാശയാനങ്ങളെ ഭയക്കാതെ ഒരു കൂട്ടം പക്ഷികൾ അപ്പോൾ എങ്ങോട്ടോ ചിറകടിച്ച് പറന്നുപോയി. കൊറോണ മഹാമാരിക്കാലം നമുക്ക് ദുരിതങ്ങൾ ഒരുപാട് തന്നു. എങ്കിലും പ്രകൃതിക്ക് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഇന്ന് നാം തിരിച്ചറിയുന്നു. ഭൂമി നമ്മൾക്കും ജീവജാലങ്ങൾക്കും നൽകിയ സൗഭാഗ്യമാണ് പ്രകൃതി. ദൈവത്തിന്റെ വരദാനമാണ് പ്രകൃതി. മനുഷ്യന്റെ ചൂഷണം മൂലം ഇന്ന് പ്രകൃതി ചുട്ടുകൊള്ളുന്നു. മനുഷ്യന്റെ പ്രവൃത്തികൾ സഹിച്ച് പ്രകൃതി കരയുന്നു. ഈ കരച്ചിൽ സുനാമിയും വെള്ളപ്പൊക്കവുമായി ആഞ്ഞടിക്കുന്നു. പ്രകൃതിയുടെ സങ്കടങ്ങൾ ആണ് പ്രകൃതിക്ഷോഭങ്ങൾ. പ്രകൃതിയുടെയും മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ ശ്വാസകോശമാണ് മരം. ഇന്ന് എത്ര മരങ്ങളാണ് വെട്ടി നശിപ്പിക്കുന്നത്. പ്രകൃതിയുടെ ജലസംഭരണികളാണ് കുന്നുകൾ. നമ്മൾക്ക് ജലം ലഭിക്കുന്നതിൽ ഏറിയ പങ്കും കുന്നുകൾക്കാണ്. കുന്നുകൾ ഇന്ന് വളരെ കുറവാണ്. വളരെ
വിഷം കലക്കിയും മനുഷ്യൻ പുഴയെ മലിനമാക്കുന്നു. ഇന്ന് പ്രകൃതിയുടെ വ്യക്തമായ ചില പുഴകളെല്ലാം അശുദ്ധ രക്തം പോലെ പ്രവഹിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് പ്രകൃതിയിൽ ഗ്രാമങ്ങളും നഗരങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൂടുതൽ ഇടങ്ങളിലും ഗ്രാമങ്ങളെ നഗരങ്ങൾ വിഴുങ്ങുന്നു. രോഗങ്ങൾ എവിടുന്ന് വേണമെങ്കിലും ഉണ്ടാകാം. വായുവിലൂടെയും ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഉണ്ടാകാം. ഈ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും നമ്മൾ തന്നെ. നമ്മൾ ഒരു വ്യക്തി മാത്രം ശുചിത്വം പാലിച്ചാൽ രോഗങ്ങൾ കുറയില്ല. അതിന് ഒരു സമൂഹം ഒരുമിച്ച് ശ്രമിക്കണം. മനുഷ്യരെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താം. അതിന് ആദ്യം എല്ലാവരും ശുചിത്വ ശീലങ്ങൾ പാലിക്കണം. നമ്മുടെ പ്രകൃതിയിൽ പ്രകൃതിക്ഷോഭങ്ങളും രോഗങ്ങളും ജലക്ഷാമവും ഉണ്ടാവുന്നത് നമ്മുടെ പ്രവൃത്തികൾ മൂലമാണ്. അത് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാം. ഒരു മരതക പ്രകൃതിയെ നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ പ്രകൃതിക്കൊപ്പം നമുക്കും സന്തോഷിക്കാം. പരിസ്ഥിതി ദിന ആശംസകൾ. പ്രകൃതിയെ പുനഃസ്ഥാപിക്കുക അഥവാ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് പരിസ്ഥിതി ദിനം കൊണ്ട് അർത്ഥമാക്കുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലുള്ള ഏകമാർഗം പരിസ്ഥിതി പരിപാലനം തന്നെയാണ്. അതിന് ജൈവവൈവിധ്യത്തിന്റെ കാവലാളായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ജൈവവൈവിധ്യക്ഷേമം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനമാണ്. ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയ്ക്ക് മഹാവ്യാധികളെ ചെറുത്തു നിർത്താൻ കഴിയും. കൂട്ടായ പരിശ്രമത്തിലൂടെ പരിശ്രമത്തിലൂടെ
പുനഃസ്ഥാപിക്കാം. നമസ്കാരം, ഞാൻ ദേവദർശൻ, 4B ക്ലാസ്സിൽ പഠിക്കുന്നു. കവിത എൻ്റെ മരം. എൻ കൊച്ചു വീടിൻ്റെ തെക്കേ അതിരിൽ ഒരോമനത്തൈ മാവു നട്ടു ഞാൻ. എൻ കൊച്ചു വീടിൻ്റെ തെക്കേ അതിരിൽ ഒരോമനത്തൈ മാവു നട്ടു ഞാൻ. വെള്ളമൊഴിച്ചു വളമിട്ടു ഞാൻ അവൾ കമ്മിണി എന്നൊരു പേരു വച്ചു. വെള്ളമൊഴിച്ചു വളമിട്ടു ഞാൻ അവൾ കമ്മിണി എന്നൊരു പേരു വച്ചു. ഓരില ഈരില മൂവില അങ്ങനെ നാൾക്കുനാളാ തൈ വളർന്നു വന്നു. ഓരില ഈരില മൂവില അങ്ങനെ നാൾക്കുനാളാ തൈ വളർന്നു വന്നു. അമ്പരം നോക്കിയ കൂമ്പുകൾ നിൽക്കുന്ന തന്തരന്തത്തിൻ പ്രതീക്ഷയാകാം. അമ്പരം നോക്കിയ കൂമ്പുകൾ നിൽക്കുന്ന തന്തരന്തത്തിൻ പ്രതീക്ഷയാകാം. എന്നോളമെത്തിയ മാൻചെടി കാണുവാൻ എന്തൊരു കൗതുകമായിരുന്നു. എന്നോളമെത്തിയ മാൻചെടി കാണുവാൻ എന്തൊരു കൗതുകമായിരുന്നു. പച്ച ഇലകൾ നിറഞ്ഞൊരാ ശാഖകൾ കൊച്ചിളം കാറ്റിലും നൃത്തമാടി. പച്ചിലകൾ നിറഞ്ഞൊരാ ശാഖകൾ കൊച്ചിളം കാറ്റിലും നൃത്തമാടി. നന്ദി. ഞാൻ 4B ക്ലാസ്സിൽ പഠിക്കുന്നു. മണ്ണൊരുക്കാൻ കൂട്ടരെ, മണ്ണൊരുക്കാൻ കൂട്ടരെ, മനസ്സൊരുക്കാൻ കൂട്ടരെ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാൻ കൂട്ടരെ, മുന്നേറാൻ കൂട്ടരെ, മണ്ണൊരുക്കാൻ കൂട്ടരെ, മനസ്സൊരുക്കാൻ കൂട്ടരെ.